ആന്ന് രണ്ടെണ്ണം. അതാ എന്നെന്തിനാ എറിയണത് പെണ്ണേ? തല്ലിക്കൊഴി അവിടെ നോട്ടേ അത് പഴുത്ത് വീഴട്ടെ. എന്തിനാണ് വെറുതെ അങ്ങനെ തല്ലിക്കൊഴിക്കുന്നത്? എന്താ അവിടെ അങ്ങനെ തിരക്കൂട്ടുന്നു? അവര് ആർക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതാ കണ്ടോ, പഴുത്തത് മാത്രം 5-6 ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പഴമാണ് വെച്ചാലേ, നല്ല പഴക്കണ്ട. എന്താ അതിൻ്റെ മണം? പക്ഷെ ഇത് കേടാണേ. വേണ്ടോ, കേടാട്ടോ. ഇത് തിന്നാൽ ചൂടാന്ന് പറയും, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. ഉപ്പിട്ടിട്ടില്ലേ, കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക, ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ കറ പുഴു വരും മഴ പെയ്താലേ. ഉണ്ടേ. മതി. ഞാൻ ആശിച്ചിട്ട് നോക്കിയതാട്ടോ, കിട്ടിയില്ല. അച്ചു അച്ചു ആ അച്ചു അവിടെ? അച്ചു മോള് അടിക്കു തോന്നുന്നു. അത് എന്തെങ്കിലും ചാതികൾ തിന്നിട്ട് പോയിക്കോട്ടെ. അകത്തൊക്കെ ഉള്ളത് തിന്നും. നോക്കി നോക്ക്, പറങ്കേണ്ടി കിട്ടിയിട്ടാ. മാങ്ങ കിട്ടിയില്ല. എൻ്റെ കുമ്പളവള്ളി ആയത് നോക്കിക്കണ്ട. കുമ്പളവള്ളി വന്നു. ഞാനൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് വെള്ളമില്ലാത്ത കൊണ്ട് ഉണ്ടോ, കുമ്പളത്തിൻ്റെ വള്ളി വന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് ചിരങ്ങയുടെയാണ്. ചിരങ്ങ അപ്പോൾ പന്തലിച്ചൂടെ. എൻ്റെ കുട്ടികൾ തുണി തോരടുമ്പോഴേ ഇത് നോക്കിയിടാണ്ട് നോക്കിയൊക്കെ. ഏത് പട്ടാ? പിന്നെ പച്ചമുളകാണ് കേട്ടോ അത് നിൽക്കുന്നത്. ഈ സംഭവം ഒരു സന്തോഷം എന്താണെന്നറിയോ, മുരിഞ്ഞ അമച്ചു വന്നു. അതാണ്. ഏത് കള്ളിച്ചെടി അവിടെ കുട്ടികളെ വന്നു. ഇന്നലെ നോക്ക്, മഴ പെയ്തിട്ടേ ഫുൾ ചകിരി നനഞ്ഞുട്ടോ. ഞാൻ അത് ഉണങ്ങിയിട്ട് വേണം ചാക്കിലാക്കി വെക്കാൻ വിചാരിച്ചിട്ട്. ഈ സൈഡിലൊക്കെ ഇന്നലെ ഒന്ന് മഴ ചാറിപ്പോയി. കണ്ടോ മുരിഞ്ഞക്കൊമ്പുണ്ടായത്? കണ്ടോ? നമുക്കുണ്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. ഇതാണ്ടോ, കണ്ട ചെണ്ടുമല്ലി എന്നിട്ടത് കണ്ടോ, എത്ര ചെണ്ടുമല്ലി ചെടികളാണ് ഉണ്ടായിരിക്കണമെന്ന് അറിയോ? അതവിടെ ഉണ്ട് കേട്ടോ, 2-3 അതൊന്ന് വലിച്ചിതാക്കി. ഇത് കുറച്ച് ഇത്ര ആയി കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ കൂടിയും ഇല്ല ചവിട്ടണില്ല, ഇങ്ങനെ ഈ സൈഡിൽ കൂടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ കണ്ടോ, ഈ റോഡിൻ്റെ ഇവിടുന്ന് അങ്ങനെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെണ്ടുമല്ലി ഇല്ലേ കൂട്ടത്തോടെ നിൽക്കണ കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഓണാകുമ്പോഴേക്കും നല്ല പൂത്ത് നല്ല രസം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ഭാഗവും ചെയ്യണം പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടോ വെള്ളം കുറച്ചീശേ വെള്ളം വരുള്ളൂ കേട്ടോ. ഇത് മോളിക്ക് വെക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു പൈപ്പും കൂടി വെക്കണം. എത്രയോ ഒരു പൈപ്പ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പൊളിക്കണം. ആ പൊളിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് പൈപ്പ് വയ്ക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഒന്ന് പിടിച്ചേക്കും. പക്ഷേ എന്താ നമ്മൾ മുകളിലാവുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ബാത്റൂമിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് പറ്റില്ല എന്ന്. ഇല്ലെങ്കിൽ ഇന്നലെ പിന്നെ ഇല്ലെങ്കിൽ എന്താ പറഞ്ഞതെന്നറിയാം, അവർ ഇതിൽ ചെറിയ മോട്ടർ വെച്ചിട്ട് ഇവിടുന്ന് മുകളിലേക്ക് അടിച്ച് കയറ്റുക. എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അതൊന്നും ഇപ്പോൾ നടക്കണ കാര്യങ്ങളല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്കില്ലേ
കോരി എടുത്തിട്ട് പോകണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് വെള്ള സൗകര്യമായല്ലോ, അതന്നെയല്ലേ വേണ്ടതല്ലേ. 2000 ലിറ്റർ വെള്ളം നമുക്ക് ഇതും പിന്നെ എന്നാലും തികയൊന്നുമില്ല കേട്ടാ. കുട്ടികളെ ഒരു ദിവസമല്ല 2000 ലിറ്റർ വെള്ളമല്ല, നമുക്കിതിപ്പോൾ 5 ദിവസമൊക്കെ വെള്ളം വന്നിട്ടില്ലെങ്കിൽ നടക്കില്ല. ഇതും കൊണ്ടൊന്നും എത്തില്ല. അപ്പോൾ നമുക്ക് വെള്ളം കോരേണ്ടി വരും. എന്താ വെച്ചാൽ കുട്ടികളെല്ലാവരുടെ കുളിയും കാര്യങ്ങളും ഒക്കെ. മറ്റേത് നമ്മൾ എന്താണെന്ന് പറയുക, ഒരു ബക്കറ്റ് 3 ദിവസത്ത് ശരിയാ. അപ്പോൾ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. വേണം എന്ത് തിന്നുള്ളൂ, പച്ചരി തിന്നട്ടെ. അവിലുണ്ട്. ഇത് അങ്കലവാടിത്തെ ഉപ്മാവാണ് കേട്ടോ. ഉപ്മാവുണ്ടേ, കണ്ടില്ലേ? അപ്പോഴേ എന്താ പറയാൻ വന്നതെന്നറിയോ, ചായ കുടിച്ച് കട്ടൻ കാപ്പി അച്ചുണ്ടാക്കി കുടിച്ചു. അങ്ങോട്ട് പാൽ ചായ, പിന്നെ ഓരോ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്മ എന്നാ കാപ്പി ഇട്ടോ അത്. ചൂടില്ലാത്ത കാപ്പി ഇട്ട് കൊണ്ടു തന്നിട്ട്. അപ്പതാ ഇനി ഇല്ലേ മറ്റേ കപ്പ് ഇതായിട്ട് ഈ കപ്പ് എടുക്കണം കേട്ടോ. ഈ കപ്പ് നല്ല രസമുണ്ടല്ലേ കാണാൻ അല്ലേ. മറ്റേത് ഇനി വേറെയുള്ള കപ്പില്ലേ, നാഴി ചായ കൊള്ളുന്ന ഗ്ലാസ് ഇത് നമുക്ക് ഇതാ പാകം. പക്ഷേ ഏട്ടൻ പറയും ഇതിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ മതിയാവും ചെയ്യില്ല അത്രേ. ചായ കുടിക്കുക, ചോറ് വെക്കണ്ടല്ലോ. ഓ ചോറ് എനിക്ക് രാത്രി വേണ്ട, ചോറും മീൻകറി. ഇനി എന്താ പപ്പടം കാച്ചിയാൽ മതി. അപ്പോൾ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികൾ എന്താ പറഞ്ഞു വെച്ചാലില്ലേ, തുണികൾ മടക്കി വയ്ക്കുക. അത് ഭയങ്കര ഒരു പണിയാണ് കേട്ടോ. പിന്നെ വിളക്ക് വയ്ക്കൽ പിന്നെ നമ്മുടെ അച്ചുട്ടിയാണ്. അയ്യോ, വിളക്ക് വയ്ക്കൽ ഭയങ്കര പണിയാന്ന് ഒരിക്കലും പറയില്ല. തുണി മടക്കിയെങ്കിൽ വലിയ പണി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലേ എനിക്ക് മടുപ്പ്. സദ്യയുടെ എവിടേക്കാ പോണേ? കുളി കഴിഞ്ഞതാ? ഇപ്പോഴേ കുറച്ച് ചോറ് വെച്ചാലില്ലേ, ആ ചോറ് അധികം ആവുക എന്നല്ലാതെ എന്താ തികയാതെ എവിടെയും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കഴിക്കുന്നില്ല. എല്ലാവരും വെള്ളം കുടിച്ചു. പിന്നെ തൈര് കൂട്ടിയിട്ടൊക്കെ വൈകുന്നേരത്തൊക്കെ കഞ്ഞി കുടിക്കും, രാവിലെയും കഞ്ഞി കുടിക്കും. അപ്പോൾ പിന്നെ വേഗം വയറ് നല്ല ഫില്ലായ പോലെ തോന്നില്ലേ. സുകന്യേ ഡീ, ഇനി വിളക്ക് വെക്കാറായില്ല, ഇനി മിറ്റടിക്കണ്ട. വിളക്ക് വെക്കേണ്ട സമയമായിട്ടോ. എന്താ ഞങ്ങളിങ്ങനെ രണ്ടുപേരും കടന്നു അവിടെ. എന്താ വെച്ചാൽ നല്ല ചൂടല്ലേ. അപ്പം ഇനിയിപ്പോൾ കിടക്കില്ല പറഞ്ഞിട്ട് എന്താ വെയിലത്ത് കിടക്കണില്ല പറഞ്ഞിട്ടില്ല, വെയിലത്ത് വെയ്യാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട്. ഞാൻ കയറാറേ ഇല്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് പോവുക വരിക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ പുത്ത സ്ഥിതികളും അവിടെ ഞാൻ 2-3 സാധനങ്ങൾ വെച്ചിരുന്നു. അതൊക്കെ ഉണ്ടോയെന്ന് ദൈവത്തമ്പുരാനറിയാം. അപ്പോൾ വെള്ളം ഇതിലൊരു നല്ല വെള്ളം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ട് നല്ല വെള്ളം കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. നമുക്ക് ഈ വയറിങ് പണി ചെയ്തതിൽ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയ ഒരു കാര്യം എന്താണെന്നറിയോ, എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ നല്ല വെള്ളവും വേറെ വെള്ളവും കൂടി ഉണ്ടാവില്ലേ ചോറ് വയ്ക്കാൻ. പക്ഷെ നമ്മുടെ വീട്ടിലത് ചെയ്തിട്ടില്ല. അത് ആർക്കും ഓർമ്മ ഉണ്ടായില്ല അല്ലേ ഏട്ടാ? അപ്പം അത് അച്ഛനെവിടേക്കാ പോയിന്ന് ആർക്കറിയാലേ. പൊന്നാ ബാ. അതാ അവിടെ തിരയാണ്. പൊന്നാ ബാ. ഞാനവിടെ അടിക്കണം വിചാരിച്ചു. അപ്പോൾ സമയം പോയി. വിളക്ക് വെക്കേണ്ട സമയമാകുമ്പോൾ മിറ്റടിക്കാൻ പാടില്ല അറിയട്ടോ. അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് മിറ്റടിച്ചാൽ മതി. വിളക്കടിച്ച് കുളത്തി കഴിഞ്ഞിട്ട് മിറ്റടിക്കല്ല. അപ്പോൾ ചെയ്യണ്ട അറിയും. ട്യൂഷൻ കഴിഞ്ഞോ? എന്ത് പഠിപ്പിച്ചു തന്നു?
ബാ അത് ചാടി വീഴും. നമ്മുടെ പൊന്നല്ലേ, വെറുതെ അല്ല അവന്. കിട്ടി 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 കിട്ടി. എന്നേ പൊന്നൂല്ലേ 10 വരെ എണ്ണി കാണിച്ചു കൊടുത്തു ഉത്ര ടീച്ചർക്ക്. എങ്ങനെ എണ്ണി കാണിച്ച്? 1 2 3 4 എങ്ങനെ എണ്ണി കാണിച്ച്? എങ്ങനെ കാണിച്ച്? എന്നാ അവന് ക്ലാപ്പ് അടിച്ചു ഉത്ര ടീച്ചർ. കുഞ്ഞുണ്ണി അല്ല പൊന്നൂസ് 10 വരെ എണ്ണീന്ന് ഒറ്റയ്ക്ക് നിന്നിട്ട്. ഓ നിങ്ങളൊക്കെ നിങ്ങള് അങ്കലവാടിന്ന് അതാതും കണ്ടിച്ചു തന്നില്ലല്ലോ. അതാ അവിടെ ഒരു മത്തം വിത്ത് കുഴിച്ചിട്ടാണ് കേട്ടോ. അവിടെ മത്തം വിത്ത് കുഴിച്ചു. ഓ ഇതാണ്ടോ മത്തൻ. ഏട്ടാ അവിടെ കുമ്പളങ്ങയല്ലേ, ഇവിടെ മത്തം കുഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്ത് എല്ലാതും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാണ്ടോ ഇവിടെ 2-3 എണ്ണം വെച്ചതാണ്. ആകെ 1 മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പം ഇനി അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പടുത്ത് വിടാന്ന്. ഇവിടുത്തെ ചപ്പ് എന്താ കത്തിക്കാത്തതെന്നറിയോ? ചെടിക്കൊരു തണുപ്പാണ് ഈ ചപ്പ്. അപ്പം അത് കാരണം എന്തേ കുരുമുളക് ചെമ്പരത്തി പൂവ്. ബാ എന്തെങ്കിലും കഴിക്കാണ്ടോ പറഞ്ഞിട്ട് ഓടി വരികയാണ്. ഇവിടെ ഇന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്യാസ് കഴിഞ്ഞു. അത് നമ്മൾ വാങ്ങിയിട്ട് 4 മാസത്തിൻ്റെ മുകളിലായിട്ടോ. അപ്പോൾ പിന്നെ ഗ്യാസ് അവിടുത്തെ എടുത്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് 40 ദിവസം കഴിയണ്ടേ. പിന്നെ ഇതാണ്ടോ ഇവിടെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് എത്ര നോക്കി നോക്കിയത് ഞാൻ ചാടിക്കോളാം. അയ്യോ എന്താ അച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ ടെറസിൻ്റെ മുകളൊന്ന് അടിച്ചു വരണം വിചാരിച്ചിട്ട് അത് കഴിഞ്ഞു കേട്ടോ. ഇതില്ലേ നമുക്കൊരു പൂജാ റൂം ഉണ്ടാക്കണം പറഞ്ഞിട്ട് വെച്ച ഫ്ലൈവുഡാണ്. പിന്നെ നമുക്കത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പല്ലേ വീടിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനതാ പറഞ്ഞത്, ചില കാര്യങ്ങളൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്യാം പറഞ്ഞിട്ട് ആ പിന്നെ ചെയ്യൽ തന്നെ ചെയ്യില്ലേ. ഇവിടെയൊക്കെ ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ അതാ പുളിയുടെ കൊമ്പ് വെട്ടിയതും കൊണ്ട് പുളിയുടെ ഇല അല്ല കേട്ടോ, മറ്റേത് പുളിയുടെ ഇലയും കൊണ്ടുള്ള ഭയങ്കര കളിക്കാൻ. ശരിക്കും പറഞ്ഞാലേ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരിക്കാൻ ഇതിൻ്റെ മുകളിലിരിക്കാൻ നല്ല സുഖം കേട്ടോ. നല്ല കാറ്റും ഉണ്ടല്ലേ കേട്ടാ. അച്ചുട്ടിയെ വിളക്ക് വെക്കൂ. ആ 10 വരെ എണ്ണീത്രന്നേ. ഈ മരം കൂടി ഇല്ലെങ്കിലേ ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഓ തട്ടിയിട്ടില്ല. നമ്മുടെ അച്ഛനും അമ്മും കിച്ചും ഒരു റൂമിലല്ലേ കിടക്കുക. വൈകുന്നേരത്ത് പൂര അങ്കായിരിക്കും കേട്ടോ. അവിടെ മുട്ടി ഇവിടെ തട്ടി പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഉറങ്ങണ വരെ. അപ്പം ഞാൻ വിചാരിക്കും ഭഗവാനെ ഇവർ ഈ ഒരു വീട്ടിലത്തെ മക്കൾ എന്തെങ്കിലും തല്ലുകൂടുന്നു. കുഞ്ഞാ കേട് വരുത്തണം കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം വൃത്തിയായിട്ടോ. എന്താ ഈ സമയത്തെ ഇവിടെ അടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല കേട്ടോ. ചിലർ പറയുകയാണേ ഇതിൻ്റെ മുകളിലില്ലേ നനഞ്ഞ തുണിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ നല്ല തണുപ്പുണ്ടാവുന്നത്.
പാപ്പ കഴിക്കാനാണ്. എൻ്റെ അച്ചൂട്ടിയുടെ പേൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് അച്ചുവിൻ്റെ പേൻ ചീർപ്പൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. വേണ്ട ഉണ്ണി നേരത്തെ അമ്മ തിന്നാൻ വേണ്ടിയിട്ടില്ലേ ഒരു 3-4 എണ്ണം പറിക്കാൻ നിന്നു, കിട്ടിയില്ല. ആ ഉപ്പ നോക്കിയൊക്കെ ഇവിടെ 4 ഭാഗം വൃത്തിയായപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം. ഇത് ഞാൻ ഇന്നലെ വിചാരിച്ചാണ്. ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് താഴേക്ക് ആക്കി വെക്കണം അല്ലേ. നമ്മുടെ പഴയ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കറിയാം, ഈ പറങ്കി മൂച്ചയുടെ ഈ കൊമ്പില്ലേ ഫുള്ളും ഇവിടെ ഇരുന്നു കേട്ടോ. ഇതിലിങ്ങനെ പരന്നിട്ട് അത് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞാൽ വെട്ടാനേ അയച്ചിരുന്നില്ല കേട്ടോ, വെട്ടണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കയറി പറങ്കി മാങ്ങ പറിച്ച് തിന്നാനേ നല്ല സുഖമായിരുന്നേ. പിന്നെ ഇതില്ലേ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ 2 ആൾക്ക് ഇവിടെ കിടക്കാട്ടാ. എന്താ ഇതിങ്ങനെ ചെയ്തതും കൊണ്ടേ 2 പേർക്ക് ഇവിടെ കിടക്കാട്ടോന്ന്. ഇതിലിരിച്ചണ്ട പേടി, 3-4 പേർക്കല്ല 2 പേർക്ക് ഇവിടെ കിടക്കാട്ടാ. എന്താ വെറുതെ കാറ്റ് കൊണ്ടിട്ട് കിടന്നൂടെ? ഇവിടെ നല്ല ചൂടാ. ഒരു എന്താ വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. കിച്ചുവിൻ്റെ പണിയാണ് കേട്ടോ. അവിടെ ആ ടൈല് കണ്ടോ എത്ര വൃത്തിയിൽ കിടന്നിരുന്ന പറഞ്ഞിട്ട് ആ ടൈല് 4 എണ്ണം അവൻ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അതിൽ കൂടെ മഴവെള്ളം ഒക്കെ വന്നിട്ട് കണ്ടില്ലേ ചളിയായിട്ടിരിക്കണേ. ഇവിടെ അല്ലേ ഇത് കണ്ടോ നമ്മുടെ ടൈല് അവിടെ അവിടെ ഹാളിൽ ടൈലിടാന്ന് വിചാരിച്ചിട്ട് വെച്ചതാ കേട്ടോ. ഇത് തിരിച്ച് നമ്മൾ റിട്ടേൺ കൊടുക്കുകയും ചെയ്തില്ല. അപ്പോൾ അവിടെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേറെ വീട് വെക്കുകയെന്ന് പറഞ്ഞാൽ വെറുതെ കുത്തിപ്പൊളിച്ച് ഇത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത്. ഇനി ഭാവിയിൽ വെള്ളേനല്ലേ ഓരോന്ന് വേറെ ഇനി ഭാവിയിൽ നമുക്ക് എടുക്കണ ഒരു സമയം വരെ വെച്ചാൽ ബാത്റൂമിൽ ഇട്ടിക്കാല്ലേ. അങ്ങനെ പറ്റുള്ളൂ. പലതരം ടൈലുകളാണ്. അച്ചുവിൻ്റെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് പോവല്ലേ, താഴേക്ക് പോവല്ലേ? കുറച്ച് നേരം ഇവിടെ ഇരിക്കണോ? എന്താ അതിനെന്താ പറഞ്ഞേ? പോണ്ടേ? പിന്നെ ഇവിടെ ഇരുന്നാൽ മതിയോ? എന്നാ ഇവിടെ ഇരിക്കുക. വാ, എവിടെ ഇരിക്കണ്ടേ? ചോറ് വേണോ? വേണ്ടേ? എങ്ങനെ ഇന്നെന്താ ടീച്ചർ പഠിപ്പിച്ചെന്ന്? കുഞ്ഞോ ടീച്ചർ ഇന്ന് ഡാൻസ് പഠിപ്പിച്ചെന്നോ? പാട്ട് പാടി തന്നോ? മാമു തന്നോ? അവ ഉപ്മാവ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഉപ്മാവ്. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പാത്രത്തിലും കൂടെ കൊണ്ടുവന്നിട്ട് അറിയാം, അമ്മയ്ക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണേണ്ടതായിരുന്നു കേട്ടോ. അവൻ്റെ കാട്ടിൽ ഇങ്ങനെ പാത്രം ഇങ്ങനെ കുലുക്കിയിട്ട് എന്നിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. ബെഡിൽ കൊണ്ടുവന്ന് അത് തുറന്ന് എനിക്ക് വായയിൽ അവൻ വെച്ച് തന്നു. കിച്ചു കഴിച്ചറാ? ചോറുണ്ടോ? ഇതാ 3 ഉണ്ട് കേട്ടോ തുണി മടക്കി വയ്ക്കാൻ. അമ്മോ മേമ എന്താട്ടണ അവിടെ? മേമ മറ്റവരെ പഠിപ്പിച്ചു കൊടുക്കുക. പരീക്ഷയല്ലേ, എല്ലാവരും പഠിക്കുകയാണ്. ഓരോരുത്തരുടെ ഓരോ ഭാഗത്ത് വെച്ചാലേ വേഗം അവരവർക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ടേ. ഇത് 2 ദിവസത്തെ തുണിയാണ് കേട്ടോ, ഒരു ദിവസത്തെ ഇല്ല. ഇന്നലത്തെയും മിഞ്ഞാന്നത്തെയാണ്. അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇപ്പോഴാണ് എടുത്ത് വെച്ചത്. ഇനി വെള്ളം ഇല്ലാതെ ചെയ്യുമ്പോഴേ വേഗം ഒരു തുണിയില്ലാണ്ട് വേഗം അങ്ങോട്ട് തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം വെള്ളം വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ലേ. നിങ്ങളുടെ തുണികൾ മടക്കി വെച്ചാൽ ഓരോരുത്തരുടെ കൊണ്ടേ വെച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ അമ്മ ഇടുന്നില്ലല്ലോ ഈ ബനിയനല്ല ഈ പാൻറ്റ്. എന്തോ ഒരു ചൂടാണ് കേട്ടോ. ജനലും കൂടിയൊക്കെ ഉണ്ട് അടച്ചു കഴിഞ്ഞാലേ ചുട്ട് പഴുക്കുക കേട്ടോ. അവിടെ ഇതിനേക്കാൾ കോട്ടുറുമ്പ നല്ല അതും കൊണ്ട് വാതിലും ജനലും അടച്ചേക്കുക കേട്ടോ. കോട്ടുറുമ്പ വന്നു കഴിഞ്ഞ് വെച്ചല്ലേ ഇനി ഇത് പോവാൻ നല്ല ബുദ്ധിമുട്ട്. ഈ കോട്ടുറുമ്പ പോവാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആരൊക്കെങ്കിലും അറിയോ? മണ്ണെണ്ണയല്ല, ചിലർ പറഞ്ഞു കൊതുക് തിരി ഒഴിച്ചാൽ മതി എന്നുള്ളത്. കൊതുക് തിരി വെച്ചാൽ അങ്ങനെ പോവോ? ഒന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ.
കൊതുക് തിരി വെച്ചാൽ പോവോ എന്നുള്ളത്. എന്നാൽ കൊതുക് തിരി വാങ്ങിയിട്ട് വെച്ചാൽ മതിയല്ലോ. കുളി കഴിഞ്ഞ കുഞ്ഞു? തോർത്ത എവിടെ നിന്ന് കിട്ടി? അതവിടെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കട്ടാ. അത് അമ്മ തലയിൽ കെട്ടുന്ന തോർത്താണ് ഏട്ടുണ്ണി. പഴം അവിടെ ഉണ്ടോ നോക്കി വെക്ക്. അതിലുണ്ടെങ്കിൽ എടുത്തോ. ഉണ്ടോ? എടുത്തോ. ചോറിനെണ്ണം കേട്ടോ. എന്നിട്ട് പഴം മാത്രം കഴിച്ചാൽ പോരാ കേട്ടോ. പഴം മാത്രം കഴിച്ചാൽ പോരാ, ചോറിനെണ്ണെന്ന്. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറിനെണ്ണ പരിപാടിയില്ലല്ലോ. കിച്ചു കഴിച്ചില്ലേ? കിച്ചു നേരത്തെ കഴിച്ചോട്ടോ. ഇനി കിടക്കണ സമയത്ത് കഴിക്കണ്ട കേട്ടോ. സമയം 8 മണിയുടെ മുമ്പ് കഴിച്ചോളേ കിച്ചുട്ടനെ. നാളെ പോകണ്ട, പരീക്ഷ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓടാതിരിക്കുമ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്കും അവന് ഉറക്കം വരും കേട്ടോ. പരീക്ഷയല്ലേ, പരീക്ഷ ആയതും കൊണ്ട് നേരത്തെ പഠിക്കാണ്ട് കിടന്നാൽ ശരിയാവില്ല. അപ്പം അത് കാരണമാണ് അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, മക്കൾക്ക് പരീക്ഷയല്ലേ, അവർ കുറച്ച് നേരം പഠിച്ചോട്ടെ. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാലേ പിന്നെ നമ്മുടെ ചുറ്റിപ്പറ്റി അവർ നിൽക്കും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവരൊന്ന് മിരട്ടിയിട്ടില്ലെങ്കിലല്ലേ ശരിയാവില്ല കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് വരാം. ഇതൊക്കെ ഇനി ഓരോരുത്തരുടെ കൊണ്ടുപോയി കൊടുക്കണം. ചെറിയവരുടെ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. ചെറിയവരുടെ അവിടെ, നമ്മുടെ ഇവിടെ നമ്മൾ വീട്ടിൽ ഡെയിലി ഇടുന്നത് അവിടെ പുറത്ത് അഴക്കിയിൽ വെക്കും കേട്ടോ. ഇപ്പോൾ അഴക്കിയിൽ വെക്കാൻ പറ്റണില്ല. കൂട്ടുമ്പോൾ വന്നിട്ട് നല്ല ശല്യം. അപ്പോൾ തുണിയുടെ ഇടയിൽ കൂടെ ഉണ്ടായ അറിയുന്നല്ല. അച്ചു ആരും ഇസ്തിരി ഇട്ടതാണ് കേട്ടോ. കണ്ട ആരാ മുട്ടി ഈ കറുപ്പ് ഇസ്തിരി ഇട്ടത്? ഇത് ഇടാൻ പറ്റാത്ത രീതിയിലായില്ലേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.